ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. നവയെരൂശലേം പുരിയൻ മഹത്വത്തിൻ നിരന്തര പാർപ്പിടമേ. നവയെരൂശലേം പുരിയൻ മഹത്വത്തിൻ നിരന്തര പാർപ്പിടമേ. നവനവരത്നങ്ങൾ അലങ്കരിച്ച വർണ്യമ സൗധമദാതയാലും ദൈവകുഞ്ഞാടവിൻ വിളക്കാകയാൽ പ്രജ്വല ദീപ്തികൊണ്ടലങ്കൃതമാ. ദൈവകുഞ്ഞാടവിൻ വിളക്കാകയാൽ പ്രജ്വല ദീപ്തികൊണ്ടലങ്കൃതമാ. നവയെരൂശലേം പുരിയൻ മഹത്വത്തിൽ നിരന്തര പാർപ്പിടമേ. കുഞ്ഞാട്ടിൻ കാന്തനാമം അപരിശുദ്ധ നഗരത്തിനേകിയതാ. കുഞ്ഞാട്ടിൻ കാന്തനാമം അപരിശുദ്ധ നഗരത്തിനേകിയതാ. സ്ഫടികസ്ഫുടം പോൽ മിന്നി വിളങ്ങുന്ന സൂര്യകാന്തം സമമാ. അതിൻ തേജസ്സു ബഹുദൂരം പ്രജ്വലിക്കുന്നതു കാണുകിൽ രമണീയമാ. അതിൻ തേജസ്സു ബഹുദൂരം പ്രജ്വലിക്കുന്നതു കാണുകിൽ രമണീയമാ. നവയെരൂശലേം പുരിയൻ മഹത്വത്തിൽ നിരന്തര പാർപ്പിടമേ. ചെലുത്ത മഹിമയിലൻ മണവാളൻ മണിയറ ഒരുക്കുന്നതാ. ചെലുത്ത മഹിമയിലൻ മണവാളൻ മണിയറ ഒരുക്കുന്നതാ. സ്വർഗീയ രാജത്വ പദവിയിൽ കവിഞ്ഞുള്ള പരിവാര സമന്വിതമാ. പ്രിയൻ വന്നിടും വാരത്തിൽ നിർമ്മല വൃന്ദത്തെ വേളി ചെയ്വാൻ കൃതിയാ. പ്രിയൻ വന്നിടും വാരത്തിൽ നിർമ്മല വൃന്ദത്തെ വേളി ചെയ്വാൻ കൃതിയാ. നവയെരൂശലേം പുരിയൻ മഹത്വത്തിൽ നിരന്തര പാർപ്പിടമേ.
പ്രജ്വല ദീപ്തി കൊണ്ടലങ്കൃതമാ ദൈവകുഞ്ഞാടതിൻ വിളക്കാകയാൽ പ്രജ്വല ദീപ്തി കൊണ്ടലങ്കൃതമാ നവയെരൂശലേം പുരിയൻ മഹത്വത്തിൽ നിരന്തര പാർപ്പിടമേ നവയെരൂശലേം പുരിയൻ മഹത്വത്തിൽ നിരന്തര പാർപ്പിടമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. വേദപുസ്തകം പറയുന്നു, മനോവിഷമം ഹേതുവായി മനുഷ്യൻ്റെ മനസ്സിടിയുന്നു, ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു എന്ന്. ഇളകാത്ത കടലില്ല, ഇളകാത്ത മനുഷ്യഹൃദയങ്ങളില്ല, കരയാത്ത കണ്ണില്ല എന്ന് പറയുന്നത് പോലെ ആകുലചിന്തയിൽ നിന്ന് അറിയാത്ത മനുഷ്യനില്ല. ഒരിക്കലും നിരാശപ്പെടാത്ത ഒരു മനുഷ്യനുമില്ല. ഒരു ചീത്ത ചിന്തയും വരാത്ത ഒരു ചിന്താമണ്ഡലവുമില്ല. പാപം ചെയ്യാത്ത ഒരു ശരീരവുമില്ല. മനുഷ്യൻ മനസ്സിടിയുന്നവനാണ്. എന്നാൽ ആ മനസ്സിടിയുന്ന മനുഷ്യന് ധൈര്യവും പ്രത്യാശയും കൊടുക്കുന്നതാണ് ജീവനുള്ള ദൈവത്തിൻ്റെ വചനം. വചനമാണ് മനസ്സിൻ്റെ ക്ഷീണം മാറ്റുന്നത്. വചനമാണ് മനസ്സിന് ചൈതന്യം വരുത്തുന്നത്. വചനമാണ് മനുഷ്യനെ പുതിയ ലക്ഷ്യബോധമുള്ളവനാക്കുന്നത്. മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമെന്തെന്ന് ചോദിച്ചാൽ ലക്ഷ്യബോധമുണ്ടാവാനായി തീരുക എന്നുള്ളതാണ്. വാർദ്ധക്യത്തെക്കുറിച്ച് ഒരു നല്ല വാക്ക് പറയും, യൗവനകാലത്തില്ലാത്ത ലക്ഷ്യം വാർദ്ധക്യത്തിലുണ്ടാകുമെന്ന്. അത് ഭക്തന്മാർ പറഞ്ഞ വാക്കാണ്. യൗവനകാലത്ത് ജീവിതത്തെക്കുറിച്ച് നിലനിൽക്കുന്നതായ ലക്ഷ്യങ്ങളൊന്നുമില്ല. ചില ആഗ്രഹങ്ങളും ചില സങ്കല്പങ്ങളും ചില പ്രതീക്ഷകളുമാണുള്ളത്. എന്നാൽ വാർദ്ധക്യം വരുമ്പോൾ ജീവിതം ഒന്നുകൂടെ കെട്ടുറപ്പുള്ളതാകുന്നു. ഒരു വ്യക്തമായ ലക്ഷ്യമുണ്ടാകുന്നു. ഇളകാത്ത രാജ്യം പ്രാപിക്കണം, ദൈവരാജ്യത്തിലെത്തണം. ആ ദൈവരാജ്യം എനിക്ക് തരാൻ യേശുക്രിസ്തു കാൽവരിയിൽ മരിച്ചു. ആ യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ ധൈര്യത്തോടുകൂടെ ദൈവരാജ്യത്തിലെത്തുമെന്നുള്ളതായ ഒരു പ്രത്യാശയാണ് ഒരു ക്രിസ്തുവിശ്വാസിയുടെ ഏറ്റവും വലിയ സമ്പത്ത്. നമുക്ക് തിരുവചനത്തിൽ നിന്ന് വായിക്കാം. 17-ാം സങ്കീർത്തനം, അതിൻ്റെ അവസാനത്തെ വാക്യം വായിച്ചു കേൾക്കാം. 17-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ വരി വായിക്കാം. 15-ാമത്തെ വാക്യം. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ദാവീദ് പറയുന്നത് നല്ല പോരാട്ടത്തിൻ്റെ ശേഷമാണ്. അതിൻ്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 17-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം. മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിന്റെ അധരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരൻ്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അനേക മനുഷ്യരുടെ ജീവിതം ദാവീദ് കണ്ടു. പ്രിയപ്പെട്ടവരുടെ, സ്വന്തക്കാരുടെ, രക്തബന്ധമുള്ളവരുടെ, അല്ലെങ്കിൽ താൻ ഒരു രാജാവിൻ്റെ കീഴിൽ ജോലി ചെയ്യുകയായിരുന്നു, ആ രാജാവിൻ്റെ സ്വഭാവം കണ്ടു. അനേകരുടെ സ്വഭാവം കണ്ടു. ആ സ്വഭാവം കണ്ടിട്ട് ദാവീദ് ആ സ്വഭാവത്തിനകത്ത് ഇളകുകയല്ല ചെയ്തത്. ഞാൻ നിഷ്ഠൂരൻ്റെ പാതയെ, അനേകരെ വഴിതെറ്റിച്ചതായ ആ പിശാചിൻ്റെ പാതയെ ഞാൻ വിട്ട് ഒഴിഞ്ഞിരിക്കുന്നു എന്നാണ് ദാവീദ് പറയുന്നത്. അങ്ങനെയുള്ളതായ ഒരു വ്യക്തമായ ലക്ഷ്യത്തോടെ ജീവിച്ചപ്പോഴാണ് ദാവീദ് പറയുന്നത്, ഞാൻ ഉണരുമ്പോൾ നിൻ്റെ രൂപം കണ്ട് തൃപ്തനാകും. ദൈവമക്കളെ, നമുക്കറിയാം ദാവീദ് ഒരു സാധാരണക്കാരനായിരുന്നു. ഒരു ആടുമേയ്ക്കുന്ന ഒരു യുവാവായിരുന്നു നാം വേദപുസ്തകത്തിൽ ദാവീദിനെ ആദ്യം കണ്ടുമുട്ടുമ്പോൾ. പ്രത്യേകിച്ചുള്ളതായ സവിശേഷത ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് അവൻ ഇസ്രായേലിലെ 2-ാമത്തെ രാജാവായി. 1-ാമത്തെ രാജാവ് ശൗലായിരുന്നു.
ആ ശൗലിൻ്റെ വീഴ്ചയും താഴ്ചയും അവൻ്റെ പാപവും അവൻ്റെ അഹങ്കാരവും അവന് വന്ന നഷ്ടവും എല്ലാം ദാവീദ് കണ്ടു. ആ ദാവീദ് പിന്നീട് രാജാവായി കഴിഞ്ഞപ്പോൾ ആ ദാവീദ് വ്യക്തമായിട്ട് ഒരു ലക്ഷ്യമുള്ളവനായി തീർന്നു. ധനവും പണവും അഹങ്കാരവും എല്ലാം ദാവീദിന് ലഭിച്ചപ്പോഴും ദാവീദ് താൻ ആരായിരുന്നു എന്ന് ചിന്തയുള്ളവനായിരുന്നു. വേദപുസ്തകം പറയും, വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത ഖനിഗർഭങ്ങളിലേക്കും നോക്കുവേനെന്ന്. അങ്ങനെ നോക്കിയാൽ എന്ന് വെച്ചാൽ കഴിഞ്ഞ കാലങ്ങളിൽ താൻ ആരായിരുന്നു, തൻ്റെ അവസ്ഥ എന്തായിരുന്നു, താൻ വീണ കുഴികളേതെല്ലാമായിരുന്നു, തൻ്റെ പരാജയങ്ങൾ എന്തെല്ലാമായിരുന്നു, തനിക്ക് സാധ്യമല്ലാതിരുന്ന എന്തെല്ലാമായിരുന്നു. അതാണ് വെട്ടിയെടുത്ത പാറ, കുഴിച്ചെടുത്ത ഖനിഗർഭം. അതിലേക്ക് നോക്കി ജീവിക്കുന്നവന് മാത്രമേ ഒരാത്മീയ ഭാവിയിലേക്ക് ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അഹങ്കാരം വരാതെ, നിഗളം വരാതെ മുന്നോട്ട് പോകണമെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ താൻ ആരായിരുന്നു എന്ന് ചിന്തിക്കണം. ദാവീദ് പറയുകയാണ്, ഞാൻ ഉണരുമ്പോൾ. എന്താണ് ആ ഉണരുക എന്ന് പറയുന്നത്? പ്രഭാതത്തിൽ ഉണരുന്ന കാര്യമല്ല ദാവീദ് അവിടെ പറയുന്നത്. ദാവീദ് പറയുന്നത് മരണം കഴിഞ്ഞ് ഞാൻ ഉണരുക എന്ന അർത്ഥത്തിലാണ്. മരണം കഴിഞ്ഞ് ഞാൻ ഉണർന്നു വരും എന്നുവെച്ചാൽ സ്ലെപ്റ്റ് ഇൻ ദിസ് വേൾഡ്, അവേക്ക് ഇൻ ദ നെക്സ്റ്റ് വേൾഡ്. ഭക്തന്മാർ മരണത്തെക്കുറിച്ച് അങ്ങനെയെല്ലാമാണ് പറയുന്നത്. ഈ ലോകത്തിൽ മരണം ഒരു ഉറക്കം പോലെയാണെന്നല്ല നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഉറങ്ങുന്നത് ഈ ഭൂമിയിലാണ്, പക്ഷേ ആ ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുന്നത് അടുത്ത ലോകത്താണ്, അഥവാ ദൈവരാജ്യത്തിലാണ്. ആ അനുഭവത്തെക്കുറിച്ചാണ് ദാവീദ് പറയുന്നത്. ഞാൻ ഉണരുമ്പോൾ ഞാൻ നിൻ്റെ രൂപം കണ്ട് തൃപ്തനാകുമെന്ന്. പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ 1 യോഹന്നാൻ 3-ാം അധ്യായം നാം എടുക്കുമ്പോൾ ഏതാണ്ട് ഇതേ വാക്യങ്ങൾ തന്നെ നമുക്കവിടെ കാണാം. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കാം. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നാം അവനെ കാണുമ്പോൾ എന്ന് വെച്ചാൽ മരണവും മരണശേഷമുള്ള ക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവും ആ പുനരുത്ഥാനവുമെല്ലാം കഴിഞ്ഞ് നാം അവനെ മുഖാമുഖം കാണുന്നതായ ഒരു ദിവസമുണ്ട്, ഒരു സന്ദർഭമുണ്ട്. നാം അവനെ കാണുമ്പോൾ നാം അവൻ്റെ രൂപം കണ്ട് സന്തോഷിക്കും. നാമും ആ യേശുവിനെ പോലെ ആകുവാനുള്ള ആഗ്രഹത്തിൻ്റെ ആ നിവൃത്തിയിലേക്ക് നടക്കുന്നവരായിരിക്കും. പഴയ നിയമഭക്തന്മാർക്ക് ഇത്ര വലിയ വ്യക്തമായിട്ട് പുനരുത്ഥാനത്തെക്കുറിച്ചോ വരുവാനുള്ള ലോകത്തെക്കുറിച്ചോ ബോധ്യമുണ്ടായിരുന്നില്ലെങ്കിലും അവരും പ്രത്യാശയുള്ളവരായിരുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 12-ാം അധ്യായം അതിന് 2-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവം ദാനിയേലിനോട് എന്താണ് പറഞ്ഞത്? നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. ദൈവത്തിന് സ്തോത്രം. ആ കാലത്ത് തന്നെ, എന്നാൽ യേശുക്രിസ്തു ജനിക്കുന്നതിന് 600 വർഷം മുമ്പ് തന്നെ നിത്യനായ ദൈവം ദാനിയേലിനോട് പറഞ്ഞു കൊടുത്തിരുന്നു, എല്ലാവരും എഴുന്നേൽക്കും, മരണം കഴിഞ്ഞ് എല്ലാവരും എഴുന്നേൽക്കും. ചിലർ നിത്യജീവന് വേണ്ടിയും ചിലർ നിത്യമായ ലജ്ജയ്ക്ക് വേണ്ടിയും, എന്നുവെച്ചാൽ നിത്യമായ സമാധാനത്തിന് വേണ്ടിയും നിത്യമായ ദണ്ഡനത്തിന് വേണ്ടിയും പലരും എഴുന്നേൽക്കുമെന്നാണ് ദാനിയേലിനോട് ദൈവം പറഞ്ഞു കൊടുത്തത്. പിന്നെയും അതിൻ്റെ അധ്യായത്തിൻ്റെ അവസാനം നമുക്ക് കാണാം, ദാനിയേലെ, ഇപ്പോൾ നീ പൊയ്ക്കൊള്ളുക, കാലാവസാനത്തിൽ നിൻ്റെ ഓഹർ ലഭിപ്പാൻ നീ എഴുന്നേറ്റ് വരുമെന്ന്. ദാനിയേലിനോട് നിത്യനായ ദൈവം പറഞ്ഞു, മരണത്തെക്കുറിച്ചാണ് പറഞ്ഞത്, നീ പൊയ്ക്കൊള്ളുക, പക്ഷേ ഇതിൻ്റെ അവസാനമുണ്ട്, ഒരു കാലാവസാനമുണ്ട്, അന്ന് നിൻ്റെ ഓഹർ ലഭിപ്പാൻ നീ എഴുന്നേറ്റ് വരും. സഹോദരങ്ങളെ, ഇത്ര വലിയ പ്രത്യാശയോടെയാണ് ആ ദാനിയേലെല്ലാം ഈ ലോകം വിട്ട് കടന്നു പോകുന്നത്. നാം വായിച്ചു, നാം അവനെ മുഖാമുഖം കാണുമ്പോൾ എത്ര വലിയ സന്തോഷമായിരിക്കും നമുക്കുണ്ടായിരിക്കുക. നാം ഇയ്യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ 19-ാം അധ്യായം നമുക്കെടുക്കാം. 19-ാം അധ്യായത്തിൻ്റെ 25, 26, 27 വാക്യം നമുക്ക് വായിക്കാം. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു.
എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല. എന്റെ സ്വന്തം കണ്ണ് അവനെ കാണും. എന്റെ അന്തരംഗം എന്റെ ഉള്ളിൽ ക്ഷയിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബ് പറയുകയാണ് ജീവിതത്തിൻ്റെ രണ്ട് വശം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് ഒരു രണ്ട് വശമുണ്ട്. രണ്ട് വശം എന്ന് പറയുന്നത്, ഒന്ന് ഈ ലോകത്തിൽ നാം ചെലവഴിക്കുന്ന കാലം. ആ കാലത്തെക്കുറിച്ച് ഇയ്യോബ് എന്താണ് പറയുന്നത്? അതിന് 25-ാമത്തെ വാക്യം, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഇയ്യോബ് പറയുകയാണ്, ഇപ്പോൾ എൻ്റെ ത്വക്ക് നശിച്ചു പോകുന്ന കാലമാണ്. രോഗമാണ്, സ്കിന്നിനെല്ലാം രോഗമാണ്, അതുപോലെ മനോവേദനയാണ്. അതിവേദനയോടെ ഇയ്യോബ് കഴിയുകയാണ്. ഇപ്പോൾ എനിക്കൊരു കഷ്ടകാലമാണ്. ഇപ്പോൾ ഞാൻ അതിവേദനയോടെ രോഗപീഠയോടെ ഞാൻ കഴിഞ്ഞു പോകുകയാണ്. എന്നാൽ ഈ ജീവിതത്തിന് ഒരു മറ്റേ വശമുണ്ട്, ഒരു നെക്സ്റ്റ് സൈഡുണ്ട്, ഒരു ഗ്ലോറിയസ് സൈഡുണ്ട്. ഇപ്പോൾ ഒരു സഫറിങ് സൈഡാണ്, എന്നാൽ ഇതിനൊരു ഗ്ലോറിയസ് സൈഡുണ്ട്. അവിടെ എന്താണ് ഞാൻ കാണുക? ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല. എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണും. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബ് പറയുകയാണ്, ഞാനവനെ, കർത്താവായ യേശുവിനെ മുഖാമുഖം കാണുന്നതായ ഒരു ഗ്ലോറിയസ് സൈഡ് എനിക്കുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു കഷ്ടകാലമാണ്. ഈ ലോകത്തിൽ ഒരു സഫറിങ് ലൈഫാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. മക്കൾ മരിച്ചു, പീഡയാണ്, മനോപീഡയാണ്, സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു, ശരീരത്തിലെ രോഗം, മനസ്സിലാണെങ്കിൽ എല്ലാം മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാണ് എനിക്ക് രോഗം വന്നത്? താൻ ഭക്തിയോടെ ജീവിച്ചവനാണ്, എന്നാൽ ഇതെല്ലാം ചിന്താക്കുഴപ്പമാണ്, എല്ലാം ആകുല ചിന്തയാണ്, എല്ലാം ആശങ്കകളാണ്. വ്യക്തതയില്ല, ഒന്നിനും വ്യക്തതയില്ല. താൻ ഒരു ഭക്തനാണോ, ദൈവം തന്നെ അംഗീകരിക്കുന്നവനാണോ എന്നുള്ളതായൊരു വ്യക്തത ഇല്ലെങ്കിൽ പോലും ഇയ്യോബ് പറയുകയാണ്, ഞാൻ മരണശേഷം അവനെ മുഖാമുഖം കാണുമെന്ന്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു ഇളകാത്ത രാജ്യം പ്രാപിക്കാം, അത് ഉറപ്പായ ഒരു സത്യമാണ്. അത് ഭക്തന്മാർ അനുഭവിച്ചിട്ടുള്ളതായ ഒരു സത്യമാണ്. ഈ ദൈവമക്കളൊക്കെ, ഈ ദാനിയേലും ഈ ദാവീദും ഇയ്യോബെല്ലാം അമാനുഷികരൊന്നും ആയിരുന്നില്ല. അവരൊക്കെ സാധാരണ മനുഷ്യർ തന്നെയായിരുന്നു. എന്നാൽ അവരുടെ ജീവിതത്തിൻ്റെ സവിശേഷത എന്തായിരുന്നു? അവർ നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യർ തന്നെയായിരുന്നു. എന്നാൽ അവരുടെ ജീവിതത്തിലുള്ള സവിശേഷത എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, അവർ ഈ ഭൂമിയിൽ അവർക്ക് കിട്ടിയ സമ്പത്തും ഈ ഭൂമിയിൽ അവർക്ക് കിട്ടിയതായ ആ പദവിയും അതെല്ലാം കണ്ട് അവർ മതിമറന്നു പോയില്ല. അവരവരുടെ ജീവിതത്തെ സമ്പത്തും അഭിവൃദ്ധിയും ഐശ്വര്യവും കൊണ്ട് അവർ മതിമറന്നു പോയില്ല എന്നുള്ളതാണ് സത്യം. മറിച്ച് അതെല്ലാം വരുവാനുള്ള ലോകത്തിലേക്ക് വേണ്ടിയുള്ളതായ ഒരു മുഖാന്തരമായും വരുവാനുള്ള ലോകത്തിലെ സമാധാന ജീവിതത്തിനുള്ളതായ ഒരുറപ്പും ധൈര്യവുമായിട്ട് അത് പ്രാപിക്കുന്നതിന് വേണ്ടി അവരവരുടെ ആത്മീയ ജീവിതം കെട്ടിപ്പടുക്കുന്നതിലായിരുന്നു താല്പര്യമുണ്ടായിരുന്നത്. അവരുടെ ഭൗതിക ജീവിതം കെട്ടിപ്പടുക്കുന്നതിനേക്കാൾ അവർക്ക് താല്പര്യം അവരുടെ ആത്മീയ ജീവിതം കെട്ടിപ്പടുക്കുന്നതിലായിരുന്നു. അവരുടെ ശരീരത്തെ പോഷിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് താല്പര്യം അവരുടെ ആത്മാവിനെ പോഷിപ്പിക്കുന്നതിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ എന്തെങ്കിലും നേടുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് സന്തോഷമുള്ളത് വരുവാനുള്ള ലോകത്തിൽ നേട്ടമുണ്ടാക്കണം. അതായിരുന്നു അവരുടെ ജീവിതം എന്ന് പറയുന്നത്. യഥാർത്ഥമായി ഒരു ക്രൈസ്തവൻ്റെ ജീവിതം ആ തരത്തിലായിരിക്കണം. ഒരു ക്രൈസ്തവൻ ജീവിക്കേണ്ടത് ആ ലക്ഷ്യത്തോടെ ആയിരിക്കണം. അങ്ങനെയുള്ളതായ ക്രൈസ്തവർക്ക് ഈ ലോകത്തിൽ പീഡയുണ്ട്, നിന്ദയുണ്ട്, പരിഹാസമുണ്ട്. സ്വന്തം ഭവനത്തിൽ നിന്ന് തന്നെ, ചുറ്റുപാടിൽ നിന്ന് തന്നെ ഇതെല്ലാം വരാവുന്നതാണ്. അതുകൊണ്ടാണല്ലോ യാക്കോബ് പറയുന്നത്, 5-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഈ യാക്കോബ് ശ്ലീഹ പറയും, ദൈവവചനം പറയുന്നവർ, ദൈവത്തിൻ്റെ വചനം ഘോഷിക്കുന്നവർ, പ്രവാചകന്മാർ, ഭക്തന്മാരായ ദൈവവേലക്കാർ, ഇവരെല്ലാം എന്തിൻ്റെ മാതൃകയാണെന്ന് അവിടെ പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. സഹോദരന്മാരെ, കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചുകൊള്ളുവിൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവൻ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായിരിക്കണം. ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഈ അനുഭവങ്ങളെല്ലാം ഉണ്ടാകും. പക്ഷേ അവൻ കഷ്ടാനുഭവിച്ച് ദൈവത്തെ നോക്കി ജീവിക്കുന്നതിന്
ദൃഷ്ടാന്തമായിരിക്കണം. സഹനത്തിലൂടെ കടന്നു പോകുന്നതിന് ദൃഷ്ടാന്തമായിരിക്കണം. സഹോദരങ്ങൾ, ഇതെല്ലാം പറയുന്നത് എളുപ്പമാണ്. പക്ഷേ രക്തസാക്ഷികളായി, ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളുടെ ജീവിതമെല്ലാം നാം വായിക്കുമ്പോൾ അനേക കഷ്ടങ്ങളിലൂടെ 80-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട്. ഭക്തന്മാരുടെ ജീവിതത്തെ അയവിറക്കിക്കൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത് നമുക്ക് വായിച്ചു കേൾക്കാം. നീ അവർക്ക് കണ്ണുനീരിന്റെ അപ്പം തിന്മാൻ കൊടുത്തിരിക്കുന്നു, അനവധി കണ്ണുനീർ അവർക്ക് കുടിപ്പാനും കൊടുത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നീ അവർക്ക് കണ്ണുനീരിൻ്റെ അപ്പം തിന്മാൻ കൊടുത്തിരിക്കുന്നു, അനവധി കണ്ണുനീർ അവർക്ക് കുടിപ്പാനും കൊടുത്തിരിക്കുന്നു. ആരാണിവർ? ഭക്തന്മാരായ ആളുകളാണ്, വിശുദ്ധന്മാരായ ആളുകളാണ്, അഭിഷേകം പ്രാപിച്ച ആളുകളാണ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ളവരാണ്, ദൈവവേലയ്ക്ക് അഭിഷേകമുള്ളവരാണ്, ദൈവം വിളിച്ചവരാണ്. പക്ഷേ ഈ ഭൂമിയിൽ വെച്ച് പലപ്പോഴും അവർ കഴിച്ചത് കഷ്ടത്തിൻ്റെ അപ്പമാണ്, ഞെരുക്കത്തിൻ്റെ അപ്പമാണ്. അവരനുഭവിച്ചത് ദുഃഖങ്ങളുടെ, വേദനയുടെ പാനപാത്രമാണ് അവർ കുടിച്ചത്. പക്ഷേ അവരുടെ കഷ്ടങ്ങൾ അവർക്കൊരു നന്മ ചെയ്തു. അവരുടെ കഷ്ടങ്ങൾക്ക് ഒരു മാഗ്നറ്റിക് ഇഫക്റ്റ് ഉണ്ടായിരുന്നു ഞാൻ പറയും. കാരണം അവരുടെ കഷ്ടങ്ങൾ അവരെ ജീവനുള്ള ക്രിസ്തുവിനോട് ഒട്ടിച്ച് ചേർത്തു. കഷ്ടം വന്നപ്പോൾ അവരകന്നു പോവുകയല്ല ചെയ്തത്, കഷ്ടതയിൽ കൂടെയിരിക്കുന്ന ദൈവത്തെയാണ് അവരെല്ലാം സന്തോഷത്തോടെ അയവിറക്കിയതും അനുഭവിച്ചതല്ല. ഭക്തന്മാരുടെ, വിശ്വാസ വീരന്മാരുടെ ലേഖനമാണല്ലോ എബ്രായ ലേഖനം 11-ാം അധ്യായം. അതിലെല്ലാം നാം കാണുന്നു അവരെല്ലാം ഈ ലോകത്തിൽ എങ്ങനെ അതെല്ലാം സഹിച്ചു, എങ്ങനെ ഇളകാത്ത രാജ്യം അവർ പ്രാപിച്ചു. പ്രിയപ്പെട്ടവർ, ദൈവം വിളിച്ചവർ അവരാ ഇളകാത്ത രാജ്യം എങ്ങനെ പ്രാപിച്ചു? ദാനിയേലാകട്ടെ, യോശുവയാകട്ടെ കനാൻ നാട് നേടി. ദാനിയേലിൻ്റെ സുഹൃത്തുക്കളായ ശദ്രക, മേശക, അബേദ്നെഗോവ് ഇവരെല്ലാം എങ്ങനെയാണ് അവർക്കത് ലഭിച്ചത്? അവരൊന്നും ഈ ലോകത്തിൽ സുഖലോലുപതയ്ക്കല്ല വില കൊടുത്തത്, ആത്മീയത്തിന് വില കൊടുത്തു എന്നുള്ളതാണ് സത്യം. ആത്മാവിന് വില കൊടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നല്ല ജോലി ഉണ്ടായിരിക്കാം, നല്ല പദവി ഉണ്ടായിരിക്കാം, നിങ്ങൾ അനുഗ്രഹീതനായ ദൈവവേലക്കാരനായിരിക്കാം, അല്ലെങ്കിൽ നല്ല ഉദ്യോഗ പ്രൗഢിയോ നല്ല നിലയിൽ ജീവിക്കുന്നൊരു വ്യക്തിയായിരിക്കാം. പക്ഷേ നിങ്ങൾ ആത്മാവിനെ കരുതുന്നവരാണോ? നിങ്ങൾ ആത്മാവിൻ്റെ കാര്യം ചിന്തിക്കുന്നവരാണോ? നിങ്ങളുടെ ആത്മാവിൻ്റെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് ലക്ഷ്യബോധമുണ്ടോ? നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ? വരുവാനുള്ള ലോകത്തൊരു ജീവിതമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ ലോകം മാറിപ്പോകും, ഇന്ന് കാണുന്നതെല്ലാം മാറും, ഈ ബന്ധങ്ങളെല്ലാം മാറും. ഇതെല്ലാം മാറിയാലും ഇളകാത്തൊരു രാജ്യമുണ്ടെന്നുള്ളതായ ഒരു ഉറപ്പും ധൈര്യവും അവിടെ എത്തണം. അവിടെ ശാശ്വതമായൊരു ജീവിതമുണ്ടെന്ന് സഹോദരങ്ങളെ നമുക്ക് ഉറപ്പ് പ്രാപിക്കുന്നുണ്ടോ? ആ ഉറപ്പാണ് തിരുവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇതൊരു ദേവാലയത്തിൽ പോയതുകൊണ്ട് മാത്രം ലഭിക്കുന്നതല്ല. ഇതൊരു പെരുന്നാളോ തിരുനാളോ ആഘോഷിച്ചാലോ ഒരു തീർത്ഥാടനം നടത്തിയാലോ ഹൃദയത്തിൽ ലഭിക്കുന്നതായ ഒരു അറിവല്ല, പരിജ്ഞാനമല്ല, ലക്ഷ്യമല്ല. ദൈവരാജ്യം കാണുക, ഇളകാത്ത രാജ്യം പ്രാപിക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യം കൊണ്ട് കിട്ടുന്നതാണ്. ഒരു ലക്ഷ്യബോധത്തോടെ നടന്നാൽ മാത്രം കിട്ടുന്നതാണ്. ആ ലക്ഷ്യബോധം എന്താണ്? നമുക്ക് വായിച്ചു നോക്കാം. നീതിയുടെ പാതയിൽ, സദൃശവാക്യം 12-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം നമുക്ക് വായിച്ചു നോക്കാം. അവിടെ വ്യക്തമായിട്ട് തന്നെ ശലോമോൻ അത് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ട്, അതിന്റെ പാതയിൽ മരണമില്ല. നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ട്, അതിൻ്റെ പാതയിൽ മരണമില്ല. നീതിയുടെ പാതയിൽ നടന്നാൽ മതി, അതിൻ്റെ പാതയിൽ മരണമില്ല. പ്രിയപ്പെട്ടവരെ, പഴയ നിയമഭക്തന്മാർ എന്താണ് അവർ വിശ്വസിച്ചിരുന്നത്? അവരെ വിശ്വസിച്ചിരുന്നതായ കാര്യം കഷ്ടങ്ങളിൽ കൂടെയിരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നവർക്ക് നല്ല ഉറപ്പായിരുന്നു. കഷ്ടകാലത്ത് കൂടിയിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ആ പഴയ നിയമഭക്തന്മാർക്ക് ഉറപ്പായതായ ഒരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ പഴയ നിയമഭക്തന്മാരുടെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന്. റോമാലേഖനത്തിലാണല്ലോ നാം അത് വായിക്കുന്നത്. ആ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ് പ്രിയപ്പെട്ടവരെ? ദൈവം എന്നെ മറന്നിട്ടില്ല, ദൈവം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ എക്കാലത്തും നിരാശപ്പെട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. ദൈവം എന്നെ ഉയർത്തിയെടുക്കും. ഇന്നത്തെ താഴ്ച എക്കാലത്തേക്കുമുള്ള താഴ്ചയല്ല, എനിക്കൊരു ഉയർച്ചയുണ്ട്.
ആ വിശ്വാസമായിരുന്നു അബ്രാഹാമിനെ അക്കാലത്ത് പിടിച്ചു നിർത്തിയത്. പഴയ നിയമഭക്തന്മാർ വിശ്വസിച്ച മറ്റൊരു വിശ്വാസമായിരുന്നു കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. സ്ത്രീയുടെ സന്തതി വരുമെന്നുള്ളതായ ആ വാക്യം അവർ വിശ്വസിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, അവരത് ഉറപ്പായിട്ട് വിശ്വസിച്ചു. അതുപോലെ തന്നെ അവർക്ക് മറ്റൊരു കാര്യം വിശ്വാസമുണ്ടായിരുന്നു. അവർക്ക് എന്താണെന്ന് അറിവില്ലായിരുന്നു. ലംഘനം ക്ഷമിച്ചു, പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ദാവീദാണത് പറഞ്ഞത്. പക്ഷേ എങ്ങനെയാണ് പാപം ക്ഷമിച്ച് കിട്ടുക? അതിൻ്റെ വ്യവസ്ഥ എന്താണ്? ആരാണ് പാപം ക്ഷമിച്ചു തരിക? ഇത് ദാവീദിന് അറിവുണ്ടായിരുന്നില്ല. അത് ദാവീദിൻ്റെ അന്നത്തെ അറിവ് കൊണ്ട് ദാവീദിനത് പരിചയമുണ്ടായിരുന്നില്ല. ആരാണ് പാപം ക്ഷമിച്ചു തരിക? ആരാണ് ലംഘനം മറച്ചു തരിക? ആരാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ പാപം ആര് ക്ഷമിച്ചു തരും? ആ മനസ്സാക്ഷി കുത്തില്ലാതെ ജീവിക്കാൻ, എൻ്റെ കഴിഞ്ഞകാല പാപത്തെക്കുറിച്ചുള്ളതായ ആ മനസ്സാക്ഷി കുത്തില്ലാതെ ജീവിക്കാൻ എങ്ങനെ കഴിയുമെന്നറിയില്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചിരുന്നു. സ്ത്രീയുടെ സന്തതിയായ യേശു വരുമെന്ന് വിശ്വസിച്ചതുപോലെ തന്നെ ലംഘനം ക്ഷമിച്ചു തരുന്ന ഒരു ദൈവമുണ്ട്, അങ്ങനെ ഒരു അവസ്ഥയുണ്ടാകുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. സഹോദരങ്ങളെ, ഇതെല്ലാം അവർ വിശ്വാസത്താൽ മാത്രം അറിഞ്ഞിരുന്ന കാലങ്ങളാണ്. പഴയ നിയമ ഭക്തന്മാർ അവർക്കറിയാമായിരുന്നു ആദാമിൻ്റെ കാലത്ത് നഷ്ടപ്പെട്ടു പോയതായ ആ സഹിത്വം തിരിച്ചു കിട്ടും. പക്ഷേ എങ്ങനെ കിട്ടും, ആര് തരും, ഏത് കാലത്ത് കിട്ടും, അതൊന്നും അവർക്കറിവില്ലായിരുന്നു. പക്ഷേ എങ്കിലും അവർ വിശ്വാസത്താൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ജീവിച്ചു. അവർ വിശ്വാസത്താൽ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് തങ്ങൾ ജീവിക്കുന്ന ഈ കാലത്തല്ല ഇതെല്ലാം നടക്കുന്നത്, ഇനി വരുവാനുള്ള ഒരു തലമുറയിലാണ് ഇതെല്ലാം നടക്കാൻ പോകുന്നതെന്ന് അവർ കണ്ടുകൊണ്ട് അവർ ജീവിച്ചു. പഴയ നിയമഭക്തന്മാരുടെ ജീവിതം. പുതിയ നിയമത്തിൽ ജീവിക്കുന്ന നാം എന്താണ് വിശ്വസിക്കേണ്ടത്? ഈ തലമുറയിൽ ജീവിക്കുന്ന, ഈ കൃപായുഗത്തിൽ ജീവിക്കുന്ന നാം എന്തെല്ലാമാണ് വിശ്വസിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും കഷ്ടതയുണ്ട്. എന്നാൽ കഷ്ടങ്ങളിൽ കൂടെയിരിക്കുന്ന ഒരു ദൈവമുണ്ട്. കഷ്ടത ആ കാലത്തുമുണ്ട്, ഈ കാലത്തുമുണ്ട്, ഭക്തന്മാർക്കുമുണ്ട്, എല്ലാവർക്കുമുണ്ട്. പക്ഷേ കഷ്ടങ്ങളിൽ കൂടെയിരിക്കുന്നൊരു ദൈവമുണ്ട്. അതാണ് നാം വിശ്വസിക്കേണ്ടത്. രണ്ടാമത് നാം എന്താണ് വിശ്വസിക്കേണ്ടത്? കർത്താവായ യേശുക്രിസ്തു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് പാപമോചനമുണ്ട്. ഞാൻ എൻ്റെ പാപത്തെ ഏറ്റുപറഞ്ഞാൽ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം എൻ്റെ സകല പാപവും മോചിച്ചു തരും. ആ രക്തത്തിലാണ് നാം വിശ്വസിക്കേണ്ടത്. കർത്താവായ യേശു ക്രൂശിൻ്റെ മരണത്തിലും അവൻ്റെ വിലയേറിയ രക്തത്തിലുമാണ് പുതിയ നിയമ വിശ്വാസി വിശ്വസിക്കേണ്ടത്. അതുപോലെ തന്നെ നാം വിശ്വസിക്കേണ്ടതായ മറ്റൊരു യാഥാർത്ഥ്യമാണ്, യേശുക്രിസ്തു ഒരു ന്യായാധിപനാണ്. ഇന്നവൻ രക്ഷകനാണ്, എന്നാൽ നാളെ അവനൊരു ന്യായാധിപനായിട്ട് വരും. അതാണ് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവെന്ന് പറയുന്നത്. അതൊന്നും പഴയ നിയമഭക്തന്മാർ വിശ്വസിച്ചിരുന്നതല്ല. എന്നാൽ ഈ കാലത്ത് നാം വിശ്വസിക്കേണ്ടത് അതാണ്. യേശുക്രിസ്തു ഒരു ന്യായാധിപനാണ്, ഇന്നവൻ രക്ഷകനാണ്. ഒരു ജഡ്ജിയായി നിയമനമുള്ള ഒരു വ്യക്തി, അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് ആ അധികാരം ഏറ്റെടുക്കുന്നത് വരെയും അതിൻ്റെ തലേദിവസം വരെ ആ വ്യക്തിയുമായി നമുക്ക് പരിചയമുണ്ടെങ്കിൽ കുശലം പറയാം, നമുക്ക് പറഞ്ഞ് തമാശ പറഞ്ഞ് ചിരിക്കാം, കുശലം പറയാം, വീട്ടുകാരും പറയാം, നാട്ടുകാരും പറയാം, രാഷ്ട്രീയമോ സഭാപരമോ എന്ത് വേണമെങ്കിലും പറയാം, ഏത് കാര്യവും പറയാം. നമുക്ക് പരിചയമുള്ളൊരു വ്യക്തിയാണെങ്കിൽ വ്യക്തിപരമായ ആവശ്യമോ നമുക്ക് ഒരു സ്നേഹിതനെ പോലെ പറഞ്ഞ് ചിരിക്കാം. പക്ഷേ നാളെ അദ്ദേഹം ന്യായാധിപനായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ സാധ്യമല്ല. പിന്നെ ആ കുശലം പറച്ചിലോ ആ അടുപ്പമൊന്നും സാധ്യമല്ല. ഒരകൽച്ച അവിടെ വന്നു കഴിഞ്ഞു. ഇന്ന് യേശുക്രിസ്തു ന്യായാസനത്തിലല്ല, ഇന്നവൻ രക്ഷകനാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നവനുമായി നമുക്ക് കുശലം പറയാം, നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. നാം എന്താണ് വിശ്വസിക്കേണ്ടത്? ഈ യേശു ന്യായാധിപനായിട്ട് വരും. അവനെനിക്ക് ഭവനമൊരുക്കാൻ പോയിരിക്കുന്നു. ഇന്നവൻ എന്നോട് പറയാനുള്ളത്, മോനെ, ഞാൻ നിനക്ക് ഭവനമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി നിനക്ക് ഭവനമൊരുക്കി നിന്നെ ചേർപ്പാൻ ഞാൻ തിരിച്ചു വരും. ന്യായാധിപനാണെന്നുള്ള സത്യമാണ്. ദൈവമക്കളെ, നിങ്ങൾ ഇന്ന് വിശ്വസിക്കുക. ക്രിസ്തു പാപം ക്ഷമിക്കുന്നവനാണ്, ക്രിസ്തു പാപം പോക്കുന്നവനാണ്.
ക്രിസ്തു ഭവനം ഒരുക്കുന്നവനാണ്. ക്രിസ്തു വീണ്ടും വരുന്നവനാണ്. നീതിയുടെ പാതയിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. നീതിയുടെ പാതയിൽ ശുഭമായി നടന്നാൽ മതി. രക്ഷിക്കപ്പെടുക, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, പാപമേറ്റു പറഞ്ഞ് വിശുദ്ധനായി ജീവിക്കുക, ധൈര്യത്തോടെ ജീവിക്കുക. ദൈവമക്കളെ, നീതിയുടെ പാതയിൽ നാം നശിച്ചു പോവുകയില്ല. നരകത്തിൽ പോകുമോ എന്നുള്ള പേടിയല്ല നമുക്കാവശ്യം വ്യക്തമായ സമർപ്പണമാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടവനായി ജീവിക്കും. ഞാൻ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു പാപത്തിലേക്ക് പോവുകയില്ല. എൻ്റെ ആശങ്കകളും എൻ്റെ ആകുലങ്ങളും എൻ്റെ ഭാരങ്ങളും എൻ്റെ ചുമടുകളും എല്ലാം ഞാൻ ക്രിസ്തുവിനെ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ താൽക്കാലികമാണ്, എന്നാൽ നിത്യതയിൽ ഞാൻ അവൻ്റെ മുഖം കാണും. നല്ല ദൈവമേ, സ്നേഹമുള്ള കർത്താവേ, ഈ തിരുവചനം കേൾക്കുന്നവർക്ക് ഈ നിർണയം കൊടുക്കണമേ. ഞാൻ ഉണരുമ്പോൾ അവൻ്റെ മുഖം കണ്ട് ഞാൻ സന്തോഷിക്കും. ദൈവമേ, ആ മഹാഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നടത്തണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ.